ഇത് പലർക്കും നെഗറ്റീവായിട്ടുള്ള സാധനത്തെക്കാൾ അല്ലെ പോസിറ്റീവായിട്ടുള്ള സാധനത്തെക്കാൾ കൂടുതൽ നൽകുന്നത് നെഗറ്റീവാണ്. അപ്പോ ഭഗവാന്റെ ഉള്ളിലെ ആ സ്ട്രെസ് സർവ ചരാചരങ്ങളുമായി പൊട്ടി വിടർന്നുവെങ്കിൽ ഇറ്റ്സ് എ പോസിറ്റീവ് സ്ട്രെസ്. അതിനെ സ്ട്രെസ് എന്ന് പോലും എനിക്ക് വിളിക്കാൻ പറ്റില്ല. അതിന് മറ്റേ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു വാക്കിൽ ഇൻഫ്ര മാത്രം എടുത്താൽ മതി. ഇന്നർ നോഷൻസ് ഫങ്ഷനിങ് ഫോർ റൈറ്റ് അച്ചീവ്മെന്റ്സ്. അപ്പൊ റൈറ്റ് അച്ചീവ്മെന്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലെ ചിന്തകൾ പ്രവർത്തിക്കണം. അത് സ്ട്രെസ്ഫുൾ ആണെങ്കിൽ ക്രിയേറ്റീവായിട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ്സുകാരൻ എത്രയോ വർഷം സ്ട്രെസ് എടുത്തിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ആയിരക്കണക്കിന് ആൾക്കാർക്ക് യൂസ്ഫുൾ ആകുന്നത്. അപ്പൊ അവന്റെ ഇന്നത്തെ സ്ട്രെസ് അത് നമ്മളിലേക്ക് വരുമ്പോ ചെറിയൊരു സാധനമായി. അപ്പോ ഈ പ്രപഞ്ചത്തിലേക്കും ദേവനിലേക്കും ദേവിയിലേക്കും വരുമ്പോ അവരുടെ എല്ലാ സാധനവും നമുക്ക് പോസിറ്റീവാണ്. പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ വാക്കുകൾ പരിമിതമാണെന്നുള്ളത് കൊണ്ട് നമ്മൾ സ്ട്രെസ് എന്ന് പറഞ്ഞ വാക്കിലേക്ക് അവിടെയുമായി ബന്ധപ്പെടുത്തിയാൽ ഇതെല്ലാം പോയി.